രാഷ്ട്രീയ ചുവടുമാറ്റങ്ങളുടെയും കളമാറ്റ ചവിട്ടലിൻ്റെയൊക്കെ തലതൊട്ടപ്പനായി പറയാവുന്ന ഒരാളാണ് നിതീഷ് കുമാർ. പലപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ തൻ്റെ തീരുമാനങ്ങളിലൂടെ മറ്റുള്ളവരിൽ ഞെട്ടലുണ്ടാക്കാൻ നിതീഷിന് സാധിച്ചിട്ടുണ്ട്. അത്തരമൊരു ഞെട്ടലാണ് കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ BJPക്ക് ഉണ്ടായത്. മണിപ്പൂരിൽ BJP ഗവൺമെൻറ്റിനുള്ള പിന്തുണ JDU പിൻവലിച്ചു എന്ന വാർത്ത വന്നതിന് പിന്നാലെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായി. എന്നാൽ തങ്ങളുടെ അറിവോടെയല്ല ഇത്തരമൊരു നീക്കമുണ്ടായതെന്ന് JDU ദേശീയ നേതൃത്വം അറിയിച്ചതോടെ സംഭവത്തിന് ഒരു പരിധിവരെ തിരിച്ചടി വീണു. എന്നാൽ നിതീഷിൻ്റെ അറിവോടെ ആയിരിക്കാം ഈ ചുവടുമാറ്റം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. അതിന് പിന്നിലും ചില കാര്യങ്ങളും കാരണങ്ങളുമുണ്ട്. പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. മണിപ്പൂരിലെ BJP സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് JDU സംസ്ഥാന അധ്യക്ഷൻ KS ബീരേൻ സിംഗ് ഗവർണർക്ക് കത്ത് നൽകിയതാണ് തുടക്കം. പിന്നാലെ JDU ദേശീയ അധ്യക്ഷൻ നിതീഷ് കുമാർ ബീരേൻ സിംഗിനെ പുറത്താക്കി ആശയക്കുഴപ്പം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ ആ വിവാദത്തിന് ശേഷവും മണിപ്പൂരിൽ രാഷ്ട്രീയ ചുവടുമാറ്റം നടന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. JDUവിൻ്റെ ശക്തി കേന്ദ്രമായ ബീഹാറിൽ ഇക്കൊല്ലം ഒടുവിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുമ്പ് കളം മാറുന്നത് നിതീഷിൻ്റെ പതിവായതുകൊണ്ട് തന്നെ മണിപ്പൂരിലെ സംഭവം ദേശീയ തലത്തിലും ചർച്ചയായി മാറുകയാണ്. JDU വീണ്ടും NDA വിടുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതാണ് നിതീഷ് കുമാറിൻ്റെ പെട്ടെന്നുള്ള ഇടപെടലിന് വഴിയൊരുക്കിയത്. മണിപ്പൂർ നിയമസഭയിൽ JDUവിന് ഒരു MLA മാത്രമാണ് ഉള്ളത്. MD അബ്ദുൽ നാസർ എന്നാണ് ആ MLAയുടെ പേര്. 2022 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നാസർ അടക്കമുള്ള 6 JDU സ്ഥാനാർത്ഥികളിൽ 5 പേർ പിന്നീട് ഭരണകക്ഷിയായ BJPയിൽ ചേരുകയായിരുന്നു. BJP സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയാണെന്ന് നാസർ പ്രതിപക്ഷത്തിരിക്കുമെന്നും ബീരേൻ സിംഗ് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും നൽകിയ കത്തിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ നീക്കം ദേശീയ നേതൃത്വവുമായി ആലോചിക്കാതെയാണെന്ന് JDU പ്രസ്താവന ഇറക്കിയായിരുന്നു. എന്നാൽ ആ പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ പ്രശ്നമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള നിതീഷിൻ്റെ ചുവടുമാറ്റത്തിൻ്റെ സൂചനയാണോ ഇതെന്ന ചോദ്യങ്ങളും ഉയർന്നു വരാൻ കാര്യങ്ങളുണ്ട്. JDUവിൻ്റെ നീക്കം മണിപ്പൂർ സർക്കാരിന് തിരിച്ചടിയാകില്ലെങ്കിലും കേന്ദ്രത്തിലും ബീഹാറിലും പ്രധാന സഖ്യകക്ഷികളായ JDUവിൻ്റെ പിന്മാറ്റം അല്ലെങ്കിൽ ഈ ഒരു ചുവടുമാറ്റം BJPക്കുള്ള മുന്നറിയിപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ BJPയും JDUവും സഖ്യകക്ഷികളാണ്. എന്നാൽ പലതവണ മുന്നണി മാറുകയും നിലപാടുകൾ തിരുത്തുകയും ചെയ്യുന്ന നിതീഷ് കുമാറിൻ്റെ നീക്കങ്ങൾ BJP നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുകയും അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട്. 2022 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDU മണിപ്പൂരിൽ 6 സീറ്റുകളിലാണ് മത്സരിച്ചത്. മാസങ്ങൾക്ക് ശേഷം 5 MLAമാർ BJPയിലേക്ക് മാറുകയും ചെയ്തു. ഇതോടെ ഒരു MLA മാത്രം അവശേഷിക്കുന്ന സംസ്ഥാനത്ത് JDUവിൻ്റെ ഈ ഒരു പിന്മാറ്റം അല്ലെങ്കിൽ ഇനി പ്രതിപക്ഷത്തേക്ക് പോകുമെന്ന ആ ഒരു തീരുമാനം അത് വലിയ രീതിയിൽ കോളിളക്കം ഉണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത്. 60 അംഗ മണിപ്പൂർ നിയമസഭയിൽ നിലവിൽ BJPക്ക് 37 MLAമാരാണുള്ളത്. നാഗ പീപ്പിൾസ് ഫ്രണ്ടിൻ്റെ 5 MLAമാരുടെയും 3 സ്വതന്ത്രന്മാരുടെയും പിന്തുണ BJPക്ക് ഉണ്ടതാനും. JDU പ്രസിഡന്റും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറി കഴിഞ്ഞ വർഷം NDAയുടെ ഭാഗമാവുകയായിരുന്നു. ഇന്ത്യ സഖ്യത്തിലേക്ക് നിതീഷിനെ ക്ഷണിച്ചുകൊണ്ട് ലാലു പ്രസാദ് യാദവിൻ്റെ പ്രസ്താവന പുറത്തു വന്നതും വലിയ വാർത്തയായി മാറിയിരുന്നു. നിതീഷിനായി വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നുവെന്നും വീണ്ടും നിതീഷിന് ഇന്ത്യ സഖ്യത്തിലേക്ക് സ്വാഗതം എന്നൊക്കെയായിരുന്നു ലാലു പ്രസാദ് യാദവ് അന്ന് പറഞ്ഞിരുന്നത്. ലാലു യാദവിൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ ആ ഒരു കാര്യം, ആ ഒരു ക്ഷണം രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. ലാലുവിൻ്റെ ക്ഷണത്തെക്കുറിച്ചുള്ള ചോദ്യം നിങ്ങൾ എന്താണ് പറയുന്നതെന്ന മറുചോദ്യത്തോടെ നിതീഷ് തിരിച്ചു തള്ളുകയും ചെയ്തിരുന്നു. ആ ഒരു ചിരിയിൽ മാത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിരിച്ച് തള്ളകൾ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല മറുപടി. എന്നാൽ ഇന്ത്യ സഖ്യത്തിലേക്ക് നിതീഷ് തിരികെ പോകുമെന്ന ഒരാശങ്ക, ആ ഒരു ചോദ്യം ദേശീയ നേതൃത്വത്തിന്, അതായത് BJPയുടെ ദേശീയ നേതൃത്വത്തിനുണ്ട്. കാരണം ഇന്ത്യ സഖ്യം ഇപ്പോൾ നയിക്കുന്നത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ കൂടിയും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പലതവണ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിലേക്ക് നിതീഷ് തിരികെ എത്തുകയാണെങ്കിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ബോധം ഒരുപക്ഷെ നിതീഷിനുണ്ടാകാം. ആ ഒരു ആശങ്കയാണ് BJP നേതൃത്വത്തിന് ഇപ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ JDUവിൻ്റെ പിന്മാറ്റം അല്ലെങ്കിൽ നിതീഷ് പോകുന്നത് കൊണ്ട് BJPക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഇതിനോടകം തന്നെ BJP നേതൃത്വവും വ്യക്തമാക്കി കഴിഞ്ഞു. ഏതായാലും വരുന്ന ആളുകളിൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നിതീഷിൻ്റെ പതിവ് കാഴ്ചയും പതിവ് ചുവടുമാറ്റലും കാണാൻ കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം.